ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ മേക്ക് ഓവറാണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതിനു വേണ്ടി നമ്മൾ ഒരു ബിയറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. സ്റ്റിക്കറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തൊരു ബോട്ടിലാണിത്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കല്ലുകളാണ്. ഇത് നമ്മൾ അക്വേറിയത്തിനകത്തൊക്കെ ഇടുന്ന കല്ലാണ്. എനിക്കിപ്പോൾ ഈ കല്ലുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇത്തറ ഇല്ലാത്തവർ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ചെറിയ കല്ലുകളില്ലേ, അത്തറ എടുത്താലും മതി. ഇത് നമ്മൾ വേസ്റ്റ് ബോക്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അതിൻ്റെ ആ ലെയറുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് റബ്ബർ കാർഡ് തോടാണ്. അതിൻ്റെ പുറത്തെ എല്ലാം കളഞ്ഞ് എടുത്തതാണ്. ഇതും വേസ്റ്റ് ബോക്സിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഈ ഒരു ഷേപ്പിനാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ചെറുതായിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഡോറിൻ്റെ ഷേപ്പിൽ വെട്ടിയ വലിയ പീസ് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ആ ചെറിയ പീസുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഡോറ് വെച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ടല്ല, കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഈ കുഞ്ഞു പീസ് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ജനൽ വരുന്നത് പോണക്ക് അപ്പുറം, അതായത് ഒന്ന് വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തേത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആ റബ്ബർ കാർഡ് തോടാണ്. അതിൻ്റെ സൈഡിൽ ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ അടിവശത്തായിട്ട് ഹോള് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ചെറിയ കല്ല് ഇടയ്ക്ക് കയറ്റി വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ രണ്ട് സൈഡിലും ഇത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഡോറും ജനൽ പിന്നെ ആ സിറ്റ് ഔട്ട് വരുന്നത് പോണക്കുള്ള ആ ഭാഗം ഇത്രയും ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോണാണ് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഓരോ കല്ല് വീതം പിറക്കിയാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പശ പറ്റിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടിക്കുന്ന കല്ല് മുഴുവൻ എൻ്റെ കയ്യിലോട്ട് പിടിച്ചിരിക്കുകയാണ്. കല്ല് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ കുറച്ചേറെ ഗമ്മ ഇങ്ങനെ കുപ്പിയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് കല്ല് വാരി വയ്ക്കുകയായിരുന്നു. എന്നിട്ട് അതിനെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത ഭാഗം നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. ഇപ്പോഴേ ഇതിനെ തട്ടിക്കളയരുത്. കാരണം നമ്മുടെ സ്റ്റോണിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ തട്ടിക്കളയുകയാണെങ്കിൽ ഫുള്ളേ ഇങ്ങനെ ഇളകിപ്പോരും. അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം ആ ഭാഗം ഡ്രൈ ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് തട്ടിക്കൊടുത്തേച്ചാൽ മതി.
അപ്പോൾ ഏത് രീതിയാണോ നമുക്ക് കംഫർട്ടബിൾ ആ രീതിക്ക് ഈ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഓരോന്ന് പിറക്കി പിറക്കി എടുത്തൊട്ടിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ഇതിങ്ങനെ ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തെങ്കിലും നമ്മൾ അതിനെ ഇങ്ങനെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് ഭാഗം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ ആ ഓട് പോണക്ക് വരുന്ന ആ ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ബാക്കി നമ്മൾ മണ്ടയിലും താഴ്വശമായിട്ട് ആ സ്ഥലം മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓട് വരുന്നത് പോണക്കത്തെ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. അതിന് നമ്മൾ ആ ചെറുതായിട്ട് വെട്ടി വെച്ച വേസ്റ്റ് ബോക്സിൻ്റെ പീസ് എടുത്തിട്ട് രണ്ട് സൈഡിലും ഗം അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് പൊങ്ങിയിരിക്കുന്നത് പോണക്ക് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ആ പീസിനെ ഇങ്ങനെ സെൻറ്റർ വെച്ചൊന്ന് മടക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് പോണക്ക് ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു ലെയർ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറാണ് വെക്കുന്നത്. അതും ഇതുപോണക്ക് തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് എവിടെയെങ്കിലും ഇതുപോണക്ക് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയും ഇത് എത്ര ലെയർ വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ലെയറേ വെക്കുന്നുള്ളൂ. 2 ലെയർ വെച്ചിട്ട് ബാക്കി സ്പേസ് കിടക്കുന്നിടത്ത് വീണ്ടും ഞാൻ ആ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രീതിക്ക് ഇത് ഫുള്ള് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഗ്യാപ്പ് കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതനുസരിച്ച് ഈ വേസ്റ്റ് ബോർഡിൻ്റെ ഇതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളിടത്ത് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫുൾ ഒട്ടിച്ചിട്ട് ഇതിപ്പോൾ ഇവിടെ സ്പ്രേ പെയിൻ്റ് ആണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഫുള്ള് ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് ഗ്രീൻ കളർ തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി അടുത്ത കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ആ വാതിൽ വരുന്നിടത്ത്, പിന്നെ ആ ഓടിൻ്റെ ഭാഗം വരുന്നിടത്ത്, ജനലിൻ്റെ വരുന്നിടത്ത് ഇവിടെയെല്ലാം നമുക്ക് വേറെ കളർ കൊണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഡോറിനും ജനലിനും അടിച്ചു കൊടുക്കാൻ വേണ്ടി അക്രിലിക് മെറ്റാലിക് കളറാണ് ഇത്. കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ചെറിയൊരു തിൻ ലെയറായിട്ട് നമുക്കിതിനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ആ ജനലിൻ്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഡോറും ജനലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിൻ്റെ ഭാഗത്ത് അടുത്ത കളർ അടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു റോസിൻ്റെ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയും ആ സെയിം കളർ തന്നെ അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ സ്റ്റോണിൻ്റെ പുറത്തും കൂടെയും ഒരു പീച്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത്. നന്നായിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് വിട്ടാൽ മതി. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണോ അത് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന കളർ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറാണോ കൊടുക്കേണ്ടത് അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈ സ്റ്റോണിൽ നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നല്ല ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്.